ഇപ്പോൾ ഞങ്ങൾ സ്വർഗം പാർക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് മുന്നോട്ട്, എനിക്ക് തോന്നുന്നു ഒരു 500-600 മീറ്ററൊക്കെ ആണ് മുന്നോട്ട് പോകേണ്ടത്. നല്ല രസമുണ്ട് കാണാൻ വിടുന്നത്. ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഇതാണ് ഡീറ്റെയിൽസ്. എനിക്ക് തോന്നുന്നു 40 രൂപ മിനിമം ടിക്കറ്റ് ഉണ്ടാവും. കുട്ടിക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ 40 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. കയറുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു വെടിയുണ്ടെന്ന സാധനമൊക്കെ കാണാം. ഒരു സെറ്റപ്പിലൊരു സാധനം കണ്ട് ഇവിടെ സ്വർഗം ഫിഷിംഗ് പാർക്ക്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഈ കാണുന്ന സ്ഥലത്തിൽ, അതായത് ഈ കാണുന്ന വെള്ളത്തിലൊക്കെ മീനുകളുണ്ട്. എല്ലാ ടൈപ്പ് മീനുണ്ട്. അതായത് പിന്നെ വാള, എന്താ ചെമ്പല്ലി, അങ്ങനത്തെ കുറേ മീനുകൾ ഇതിലുണ്ട്. അന്നപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇവിടുന്ന് ചൂണ്ട വാങ്ങുക. അതായത് 30 രൂപേൻ്റെ ചൂണ്ട വാങ്ങിയിട്ട് സൈഡിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൽ ഇവിടുന്ന് മീൻ പിടിക്കുക. ആ മീനിൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ള പൈസ, അതായത് 200 രൂപ സെപ്പറേറ്റ്. അതായത് നമ്മളൊരു ചൂണ്ട 30 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇതിൽ നിന്ന് ഈ കാണുന്ന ഇതിൽ നിന്നൊക്കെ മീനെ പിടിച്ചിട്ട് ജസ്റ്റ് ആ മീനിൻ്റെ പൈസ എത്രയാണോ അതിവിടെ കൊടുക്കുക. മീൻ നമ്മൾ കൊണ്ടുപോകണം. ചൂണ്ടക്ക് 30, അത് ഏതാണോ മീൻ കിട്ടുന്നത് മീനിൻ്റെ പൈസ എടുത്തിട്ട് നമുക്ക് പോകാം. അതാണ് സംഭവം അടിപൊളി സെറ്റപ്പാണ്. വലിയ റേറ്റ് കാര്യങ്ങളൊന്നുമില്ല സംഭവം. നമ്മളിങ്ങോട്ട് കയറി വരുമ്പം തന്നെ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിന്നൊക്കെ മീൻ പിടിക്കാൻ പറ്റുന്ന കുളങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് പിന്നെ ഇന്നിപ്പോൾ വലിയ തിരക്കില്ലാത്ത, നമ്മളിപ്പോൾ വന്നത് തിങ്കളാഴ്ചയാണ്. സോ അതുകൊണ്ടാണ് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഈ ബോട്ടുകളൊക്കെ നമുക്ക് കയറാൻ പറ്റും. നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ. നല്ല ആംബിയൻസ് ഉണ്ടല്ലേ. വൈകുന്നേരം ഇവിടെ വന്നിട്ട് 40 രൂപ ടിക്കറ്റ് എടുത്താൽ ഇവിടെ വന്ന് ഇങ്ങനെതാ കഥയും പറഞ്ഞ് ഫ്രണ്ട്സൊക്കെ ഒരു കഥയും പറഞ്ഞ് മീനെ പിടിച്ച് കൂത്തിരിക്കാം. നല്ല അടിപൊളി ലൊക്കേഷനാണ്. പിന്നെ ഈ പെഡൽ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പെഡൽ ബോട്ടിന് കാര്യങ്ങൾ, അതായത് ഇതിലുള്ള അഡീഷണൽ എടുക്കുന്ന സംഭവങ്ങളൊക്കെ എക്സ്ട്രാ പൈസ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അതിലുണ്ട് ഒട്ടുമിക്ക ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ എന്തൊക്കെ സാധനം ഉണ്ടാവും അതൊക്കെ ഇവിടെ ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഇവിടെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇത്ര നമ്മൾ നേരത്തെ എൻട്രി ബോർഡിൽ കണ്ട അതേ സെറ്റപ്പിൽ ഇവിടെ ഉണ്ട് ഒരു ബോർഡ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ചിൽഡ്രൻസിനുള്ള നല്ല അടിപൊളി പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് നമ്മളെ വിർച്വൽ വേൾഡ് അല്ലേ. അതായത് നമ്മളെവിടെയാണോ കുറേ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആ കാണുന്ന ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഒരു 100 രൂപ എടുത്താൽ എന്താ 5-10 മിനിറ്റ് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ ആ 5 മിനിറ്റ് 10 മിനിറ്റ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു VR-ൻ്റെ സെറ്റപ്പിൽ നമുക്ക് അവിടെ ഉള്ള രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് 3D എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും കയറാൻ 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ 50 രൂപ. അതായത് ഇതിൽ ഈ VR-ൻ്റെ ഈ സാധനത്തിൽ മാത്രം 100 രൂപ. ഇത് ഒരു ടിക്കറ്റ് 50 രൂപ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനാവില്ലേ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതായത് നമ്മൾ കൗണ്ടറിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഡീസിന് ജെൻസ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കയറുമ്പോൾ ഭീമാകാരമായിട്ടുള്ളൊരു ഫിഷിനെ കാണാം. ഈ ഫിഷിൽ മക്കൾ കളിക്കാനുള്ള കുറേ സെറ്റപ്പുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഫിഷിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഈ ഫിഷിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഗൈസ്. ഒക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ മീനുകളുണ്ട്. ഇവിടെ ഒക്കെ നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ്. ഇവിടെ വന്ന് കയറിയാൽ തന്നെ, അതായത് ഫിഷിൻ്റെ അങ്ങോട്ട് കയറിയാൽ തന്നെ നമുക്കൊരു ടീ സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ രസമുള്ള സ്ഥലങ്ങളാണ്. മൊത്തത്തിൽ നല്ല ആംബിയൻസും നല്ല ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പം നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഫിഷിങ്ങിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഫിഷ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെ വേറൊരു ഏരിയ ഉണ്ട്. ഇവിടെ നിന്നാണ് ഈ ഫിഷിൻ്റെ സാധനങ്ങൾ, ഈ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുക. ഇവിടെ നിന്ന് വാങ്ങുക, അവിടെ പോയി നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ സെറ്റാക്കുക. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം നേരത്തെ പറഞ്ഞ ഫിഷിങ്ങിൻ്റെ ഏരിയ തന്നെ ഉണ്ട് ഇവിടെ കുറേ. അതാ ഇതിലൂടെ ഒക്കെ നടക്കാനും അല്ലെങ്കിൽ ഒരു ഈവനിങ് വാക്കിന് പറ്റിയൊരു സ്ഥലങ്ങളാണ്. നേരത്തെ അടുത്ത് തന്നെ, നേരത്തെ അടുത്ത സൈസ് തന്നെയാണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ലൊക്കേഷനിലുള്ളത്.